Next is features of these complexes are described below. The management model might be that of the local college, high school, or a cluster of high schools will be accompanying middle and elementary school. The commons may collaborate with Panchayat Raj institution as well as government and non-profit local development and social welfare groups. അപ്പോൾ ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഈ സ്കൂൾ കോംപ്ലക്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അവര് കോളേജും ഹൈസ്കൂളും ആ ക്ലസ്റ്റേഴ്സ് ഒക്കെ സംഘടിപ്പിക്കും എലിമെന്ററി മിഡിൽ സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ. പിന്നെ അതുപോലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്നെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെയുള്ള സോഷ്യൽ വെൽഫെയർ ഗ്രൂപ്പായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യും. ത്രൂ ഇറ്റ്സ് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ് ദ യൂണിവേഴ്സിറ്റി മേ എയ്ഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കോംപ്ലക്സ്. അപ്പൊ ഇതുകൊണ്ട് ആരൊക്കെയാണ് നല്ല ഇത് കിട്ടാൻ പോകുന്നത് വെച്ചാൽ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ടെക്നിക്കൽ റിസോഴ്സും അതുപോലെ യൂണിവേഴ്സിറ്റിയും എന്താവും പിന്നെ അവര് കോംപ്ലക്സ് എന്നുള്ള development വരും. A memorandum of understanding might be established between the complex at the university on one hand and between complex of the local body on the other hand. അപ്പം ഇവർക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ വ്യക്തതയിൽ വരും. The complex will have an autonomous monitoring system. The complex should also be equipped with sufficient intellectual resources. അതായത് ഈ കോംപ്ലക്സ് ആവുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇന്റലക്ച്വൽ റിസോഴ്സസ്, അത്രയും ഇന്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും വേണം, ഇൻക്ലൂഡിംഗ് ദ സ്റ്റാഫ്സ്, എവറിത്തിങ്. The management of education in complexes should be responsibility of professional. The teaching community will be responsible for curriculum. അപ്പൊ മാനേജ്മെന്റിന് എന്തിന്റെ പ്രൊഫഷണൽ ടീച്ചിങ് ഒരു കമ്മ്യൂണിറ്റി ആക്കാൻ അവർക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. പക്ഷെ ടീച്ചിങ് അവര് കറിക്കുലം അതിൽ ടീച്ചിങ്ങിന്റെ പിന്നെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും എന്ന് വെച്ചാൽ ടീച്ചർക്ക് ആയിരിക്കും. ടീച്ചേഴ്സ് വിൽ ഇന്ററാക്ട് ക്ലോസ്ലി വിത്ത് ദ കമ്മ്യൂണിറ്റി ദ സേവ് ഇൻ ദ കോഴ്സ് ഓഫ് carrying out this commitment. In this structure, the quality of education will not be determined by an external group of inspectors or officials. In light of the fact, the light of fact that quality of education is directly in the hands of people for whom it is a daily concern. This aspects of education should be vastly improved. അപ്പോ ഇതില് ടീച്ചേഴ്സ് ഉണ്ടാവും കമ്മ്യൂണിറ്റിയായിട്ട് ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യും. ഇതില് എഡ്യൂക്കേഷൻ വിൽ ബി എക്സ്റ്റേണൽ ഇൻസ്പെക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ട് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തും. അങ്ങനെ സ്കൂളിന്റെ എത്രത്തോളം ഇതിന് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നോക്കും. The education government should be recognized autonomous societies in structure. In terms of planning and implementation, the National Policy of Education Review Committee has assigned education complex as a crucial responsibility. അപ്പോൾ ഈ പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അവരെ അസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഇത് പ്രപ്പോസ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്തത് ആരാണ്? കൊത്താരി കമ്മീഷൻ. നെറ്റ്വർക്കിംഗ് ഓഫ് സ്കൂൾ വിത്തിൻ ദ സ്കൂൾ കോംപ്ലക്സ് വർ ആന്റിസിപ്പേറ്റഡ് ടു ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഷെയറിംഗ് റിസോഴ്സസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോ ഇങ്ങനെ ആവുമ്പോ എന്താവും, അവർ നെറ്റ്വർക്ക് ചെയ്ത് സ്കൂളുകൾ തമ്മിൽ എക്സ്ചേഞ്ചും ഷെയറിങ്ങും, അതായത് റിസോഴ്സും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റും. The National Policy on Education accorded a central role to the school complex. അതായത് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, അതില് സ്കൂൾ കോംപ്ലക്സിന് സെൻട്രൽ റോളാണ് വഹിക്കുന്നത്. And the program of action expounded the NPE's vision. In its meeting on 8 to 9 March 1991, Central Advisory Board of Education examined the procedure to be adopted for consideration of NPERC report and decided that a CAB committee will be established by the chairman, namely the Union Minister of Human Resource Development, to examine NPERC's recommendation. അപ്പോൾ 1991 ഒരു മീറ്റിംഗില് മാർച്ചിലായിരുന്നു. അതില് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിട്ട് എന്തായത് ഇതിന്റെയൊക്കെ പ്രൊസീജിയേഴ്സ് എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് NPERC എന്ന് പറഞ്ഞ റിപ്പോർട്ട് പിന്നെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവര് എന്ത് ചെയ്തത്, CAB ഈ കമ്മിറ്റി ഉണ്ടല്ലോ
അത് പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചെയർമാൻ ആണ്. അത് ചെയർമാൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് അഫർമേഷൻഡ് ഡിസിഷൻ ദ ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് appointed a committee on July 3, 1991 to review the implementation of the various parameters of NPE in light of NPERC's report and other relevant developments since the policy was formulated and to recommend changes to NPE. So, 1991 July 3 ഈ ചെയർമാൻ ഓഫ് കേബ് അപ്പോയിന്റഡ് എ കമ്മിറ്റി. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ജമാർദ്ദന റെഡ്ഡി ചെയർഡ് ദിസ് കമ്മിറ്റി. ഇതിന്റെ ഹെഡ് ആരായിരുന്നു? ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആൻഡ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ ഫ്രണ്ട് ആയിരുന്നു. നെക്സ്റ്റ് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്കൂൾ. ഇംപ്രൂവ് സ്കൂൾ ഡിസിപ്ലിൻ ഈസ് എ ബെനിഫിറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. അതായത് ജനാധിപത്യ രീതിയിലുള്ള സ്കൂള്, അതിന്റെ ഭരണത്തിന് പ്രധാന ഗുണം എന്താണ്? സ്കൂളിലെ ഡിസിപ്ലിൻ മെച്ചപ്പെടും എന്നുള്ളതാണ്. ടിപ്പിക്കലി ദ ഇനിഷ്യൽ ഒബ്ജക്ഷൻ ടു ഇൻകോപ്പറേറ്റിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് സച്ച് ആസ് സ്റ്റുഡന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റ്സ് ടു ഡിസിപ്ലിൻ. വിദ്യാർത്ഥികൾക്കുള്ള പങ്കാളികളുണ്ടല്ലോ, തീരുമാനങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനെതിരെ സാധാരണ ഉയർന്ന ആദ്യ എതിർപ്പ് ഉണ്ടാവില്ല. എപ്പോഴും എതിർപ്പുകൾ നമ്മൾ സഹിക്കേണ്ടി വരില്ല. അങ്ങനെ ചെയ്താൽ ശിക്ഷ നഷ്ടപ്പെടുമോ, പിന്നെ ഇങ്ങനെ ചെയ്താൽ സ്കൂളിങ്ങിന്റെ ഇത് പോവോ എന്നൊക്കെ ഉള്ള ഒരു തോന്നല് അവിടെ വരും. ഹൗ ക്യാൻ വി എക്സ്പെക്ട് സ്റ്റുഡൻസ് ടു മേക്ക് മെച്യൂർ ആൻഡ് അക്കൗണ്ടബിൾ ജഡ്ജ്മെന്റ്സ് ഓൺ ദിയർ ഓൺ ഇഫ് ദേ കനോട്ട് ഫോളോ ക്ലിയർ സ്ട്രേറ്റ് ഫോർവേഡ് റൂൾസ്. അതായത് കുറച്ച് വ്യക്തമായ നിയമങ്ങൾ പോലും പാലിക്കാനാവാത്ത കുട്ടികളിൽ നിന്ന് എങ്ങനെ ഒരു ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റും? എക്സ്പീരിയൻസ് ആൻഡ് റിസർച്ച് ഇൻഡിക്കേറ്റ് ഹൗവർ ദ സ്റ്റുഡൻസ് ഹു ഗ്രാന്റഡ് ട്രസ്റ്റ് ബിക്കം മോർ അക്കൗണ്ടബിൾ. പക്ഷെ എന്നാല് എക്സ്പീരിയൻസിന്റെയും റിസർച്ചിന്റെയും ഒക്കെ കണക്കാക്കുന്നത് എന്താ വെച്ചാൽ, ഒരു സ്റ്റുഡന്റിന് നമ്മൾ വിശ്വാസം നൽകിക്കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളവരാക്കാൻ പറ്റും. അവരെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവരെ വേണ്ട ഗൈഡൻസും കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് മാറ്റാൻ കഴിയും. റൂൾസ് ആർ റിക്വയർഡ് ബട്ട് റൂളിംഗ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ഈസ് മച്ച് മോർ ഡ്യൂറബിൾ ദാൻ റൂളിംഗ് ബേസ്ഡ് ഓൺ ത്രെഡ്സ്. അതായത് നിയമങ്ങൾക്ക് നമുക്ക് ആവശ്യമാണ് അല്ലെ, ഭീഷണിക്കാളും ഏതാണ്? വിശ്വാസം. അതാണ് ഭീഷണിനേക്കാളും വിശ്വാസമാണ് നമ്മൾ എന്താണ് കൂടുതൽ ഫലപ്രദം ചെയ്യുക. ഓക്കെ. And it operates more effectively when no one is watching. അപ്പോ ആരും നോക്കിക്കൊണ്ടിരിക്കണില്ല എന്ന് അങ്ങനെ അറിയുമ്പോൾ പോലും അത് ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കും. അല്ലെങ്കിൽ എന്താവും, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള നിലക്കോ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ അതായത് എഡ്യൂക്കേഷൻ ഇസ് ഒബ്ലിഗേറ്ററി ആൻഡ് യൂണിവേഴ്സൽ. എവറി മെമ്പർ ഓഫ് കമ്മിറ്റി ഹാസ് ആക്സസ് ടു democratic education so that they may engage intellectually in the community, social, economic and political life. അപ്പോൾ എഡ്യൂക്കേഷൻ വന്നിട്ട് എന്താ, ഈ കമ്മിറ്റിന്റെ ഓരോ മെമ്പറും എന്തായിരിക്കണം? ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇന്റലി കമ്മ്യൂണിറ്റി, അതേപോലെ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ലൈഫ് ഒക്കെ എന്താക്കാൻ പറ്റുള്ളൂ? എൻഗേജ്ഡ് ആവാൻ പറ്റുള്ളൂ. broad-based education is a democracy is inclusive. അപ്പോൾ ഡെമോക്രസി എഡ്യൂക്കേഷൻ എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ടെൻസ് ടു ബിക്കം മോർ ഇൻക്ലൂസീവ് ആസ് ഡെമോക്രറ്റൈസേഷൻ ഇൻക്രീസ്. പിന്നെ ചൈൽഡ് സെന്റർ എഡ്യൂക്കേഷൻ ആണ്. ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ ഫോക്കസസ് ഓൺ ദി ചൈൽഡ് ആണ്. അക്കോർഡിംഗ് ടു ദി ചൈൽഡ് റിക്വയർമെന്റ്സ്, ഇൻട്രസ്റ്റ്, സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഇതിൽ എപ്പോഴും ഇവിടെ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ഇതില് ഈ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യണത് എന്താണ്? കുട്ടിയിൽ മാത്രമാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ്, ദ നീഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോബ്ലം ഓഫ് ദ കമ്മ്യൂണിറ്റി ആർ ഓൾസോ കൺസിഡർഡ് ഇൻ ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതില് പിന്നെ എന്താണ്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഉള്ളതാണ്. അതിന്റെ നീഡ്സും ഇൻട്രസ്റ്റും പ്രോബ്ലംസും ഒക്കെ കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്? ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ. സോ താങ്ക് യു. ദാറ്റ്സ് ഫോർ നൗ. അടുത്ത ഭാഗമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.